വിജയ നമസ്കാരം. നമസ്കാരം. ഈ എക്സിറ്റ് പോളുകളും സർവേ ഫലങ്ങളും ഒക്കെ ഒരുപാട് തെരഞ്ഞെടുപ്പിന് മുമ്പ് ചർച്ച ചെയ്യപ്പെടാറുണ്ട്. ചർച്ച ചെയ്യുന്ന ആൾക്കാരൊക്കെ തന്നെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് എക്സിറ്റ് പോളുകൾ പൊളിഞ്ഞടുങ്ങുമ്പോൾ ട്രോൾ ചെയ്യപ്പെടാറുമുണ്ട്. നമുക്കറിയാം, നമ്മുടെ ഈ ട്രംപിന്റെ ഈ ഇലക്ഷൻ തൊട്ട് ഈ സർവേ ഫലങ്ങളും എക്സിറ്റ് പോളുകളും എല്ലാം പൊളിഞ്ഞടുങ്ങി തുടങ്ങിയതാണ്. പിന്നെ ഹരിയാന ഇലക്ഷൻ, ബീഹാർ, പിന്നെ നമ്മുടെ നരേന്ദ്രമോദിയുടെ ഇപ്പോൾ മൂന്നാമത്തെ ടേം വന്നത്, ഇതെല്ലാം കയ്യാലപ്പുറത്തെ തേങ്ങ പോലെയായിരുന്നു സംഭവം. ഇതില് പണ്ട് വിനു വി ജോൺ പറഞ്ഞ ഒരു ഡയലോഗ് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു ഡയലോഗാണ്. കാരണം അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത്, ഈ എല്ലാം ചർച്ച ചെയ്തു, സംഭവം അദ്ദേഹത്തിന്റെ അജണ്ടയ്ക്കനുസരിച്ച് എല്ലാം ചർച്ച ചെയ്ത് ക്ലിയർ ആക്കി വെച്ച ശേഷം ക്ലൈമാക്സിൽ അദ്ദേഹം ഒരു ടെയിൽ എൻഡ് എന്നുള്ള രീതിയിൽ ഒരു കാര്യം കൂടെ പറഞ്ഞു വെച്ചു. ഈ സർവേ ഫലങ്ങളും എക്സിറ്റ് പോളുകളും എല്ലാം തകർന്നടിയേണ്ടതാണ്, അത് തകർന്നടിയുക തന്നെ വേണം. കാരണം ജനങ്ങളുടെ മനസ്സിൽ എന്താണെന്ന് ജനങ്ങൾക്ക് മാത്രമേ അറിയാവൂ എന്ന് പറഞ്ഞു വെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതെനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഡയലോഗായിരുന്നു. സമാനമായിട്ടുള്ള രീതിയിൽ എക്സിറ്റ് പോളുകളും സർവേ ഫലങ്ങളും വന്നു. പിന്നെ കേരളത്തിൽ ഏറ്റവും അധികം വിശ്വസനീയമായിട്ടുള്ള ഒരു സർവേ ഫലം കഴിഞ്ഞ ദിവസം വന്നിട്ടുണ്ടായിരുന്നു, മനോരമയുടെ സർവേ ഫലം. മനോരമ 2014 മുതൽ രാഹുൽ ഗാന്ധി ഇന്ന് പ്രധാനമന്ത്രിയാവും, നാളെ പ്രധാനമന്ത്രിയാവും എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോഴൊന്നും വലിയ മാറ്റമൊന്നുമില്ല. രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകും. കേരളത്തിലെ ജനങ്ങൾക്ക് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി ആകണം. ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോഴും രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആകുമെന്ന് അവർ പറഞ്ഞിരുന്നു. ഇത്തവണയും അവരതിൽ മാറ്റമൊന്നും വരുത്തിയിട്ടില്ല. UDF-നാണ് വമ്പൻ മേൽക്കൈ അവർ കൊടുത്തിരിക്കുന്നത്. 101 മണ്ഡലങ്ങളുടെ എന്തോ സർവേ ഫലം അവർക്ക് പുറത്തു വന്നിട്ടുള്ള പാലക്കാട്, തൃശ്ശൂര്, ഇടുക്കി, കോട്ടയം, എറണാകുളം എല്ലാം അവർ ചർച്ച ചെയ്തു. പാലക്കാടും തൃശ്ശൂരും LDF-ന് ഫേവർ ചെയ്യുമ്പോൾ ഇടുക്കിയും കോട്ടയം, എറണാകുളവും UDF ആണ് ഡോമിനേറ്റ് ചെയ്യുന്നതെന്നാണ് അവർ പറയുന്നത്. അവർക്ക് അങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ സ്വാഭാവികമായിട്ടും. എന്തായിരുന്നാലും BJP-ക്ക് ഇതിൽ 0 കാണിക്കുന്നത്. പാലക്കാട് വരികയാണെങ്കിൽ LDF-ന് 10 സീറ്റ്, UDF-ന് 2 മുതൽ 4 സീറ്റ്, പാലക്കാട് BJP-ക്ക് 0. ഏറ്റവും അധികം വിജയ സാധ്യത നമ്പർ 1 എന്ന് നമ്മൾ കരുതുന്ന പാലക്കാട്, ശോഭാ സുരേന്ദ്രൻ നിൽക്കുന്ന പാലക്കാട് BJP-ക്ക് 0. തൃശ്ശൂർ നോക്കുകയാണെങ്കിൽ 11 സീറ്റ് LDF-ന്, UDF-ന് 2 മുതൽ 4 സീറ്റ് വരെ. തൃശ്ശൂർ BJP-ക്ക് NDA-ക്ക് 0 സീറ്റ്. എറണാകുളം നോക്കുകയാണെങ്കിൽ UDF-ന് 14 സീറ്റ്, LDF-ന് 0 സീറ്റ്. ഇടുക്കി നോക്കുകയാണെങ്കിൽ UDF-ന് 5 സീറ്റ്, LDF-ന് 0 മുതൽ 2 സീറ്റ് വരെ. കോട്ടയത്ത് 9 സീറ്റ് UDF-ന്, LDF-ന് 0 സീറ്റ്. ഇങ്ങനെയാണ് ഇവരുടെ സർവേ ഫലങ്ങൾ പോകുന്നത്. ഒരുപാട് സർവേ ഫലങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു, ഇതും നമുക്ക് ചർച്ച ചെയ്യാം. എന്താണ് വിജയേട്ടാ ഈ സർവേ ഫലത്തെ കുറിച്ച് പറയാനുള്ളത് തോന്നുന്നു? സർവേ ഫലത്തെ കുറിച്ച് പറയുമ്പോൾ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇവരൊരു സർവേ നടത്തിയിട്ട് അതിന്റെ ഹെഡിങ് ആണ് ഞാനിപ്പോൾ ഓർത്തെടുത്തത്. തൃശ്ശൂരിൽ മുരളീരവം, സുനിലേട്ടൻ 2ാമത്, 3ാമത്തേത് സുരേഷ് ഗോപിയെ കുറിച്ച് പറയുന്നില്ല. ഹെഡിങ് ആണ്, ഞാനിപ്പോ ഹെഡിങ് ആണ് ഇങ്ങനെ ആലോചിച്ചത്. തൃശ്ശൂർ മുരളീരവം, ആ 1ാം സ്ഥാനം പറഞ്ഞ് മുരളീരവം 3ാം സ്ഥാനത്ത് പോയി. 2ാം സ്ഥാനത്ത് സുനിലേട്ടൻ തന്നെ നിന്നു, അത് കറക്റ്റായി. 3ാം സ്ഥാനം പറഞ്ഞ സുരേഷ് ഗോപി ഇന്നിപ്പോ കേന്ദ്രത്തിന്റെ മന്ത്രിയായിട്ടിരിക്കുന്നു. ഇവര് 2019 മുതൽ പ്രധാനമന്ത്രിയാക്കിയിട്ടുള്ള രാഹുൽ ഗാന്ധി ഇന്നും ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ തെക്ക് വടക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു മനോരമയുടെ സർവേ രാഹുൽ ഗാന്ധിക്ക് പോലും വിശ്വാസം വന്ന് കാണത്തില്ല. ഇനി ഇവരുടെ ഇതൊരു ബാലൻസിങ്, മനോരമ എപ്പോഴും ബാലൻസിങ് ചെയ്തിട്ടായിരിക്കും. നമ്മുടെ മനോരമ ഓൺലൈനിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കാമെങ്കിൽ മനസ്സിലായി. 2 ദിവസം മോഡിയെ ചീത്ത വിളിക്കും. അതായത് മോഡി വിരുദ്ധരായിട്ടുള്ളവരുടെ ലൈക്കും കമന്റും ഷെയറും എൻഗേജ്മെന്റുമാണ് അവർ ലക്ഷ്യമിടുന്നത്. അത് കഴിഞ്ഞ് ഒരു ദിവസം സംഖ്യകളെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് വാർത്തയിടും, മോദി പൊളിയാണ്, കിട്ടിലമാണെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം സംഖ്യകൾ, അതായത് നമുക്ക് ബാലൻസിങ് വേണമല്ലോ. എല്ലാവരെയും കൂടെ കൊണ്ടുവന്നാലല്ലേ നമ്മുടെ കഞ്ഞൂടി നടക്കത്തുള്ളൂ. ഇപ്പൊ ഒരു കട തുറന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കടയിലേക്ക് ഒരു വിഭാഗം മാത്രം വന്നാൽ കച്ചവടം പൂർണ്ണമാകില്ലല്ലോ. എല്ലാവരും വന്നാലല്ലേ കച്ചവടം നടക്കത്തുള്ളൂ. ഇതൊരു കടയാണ് ധനുഷ്, മാധ്യമപ്രവർത്തനം ഒരു കടയാണ്. ഞാനും ധനുഷും ഈ ഉമ്മാരെല്ലാം ചെയ്യുന്ന കച്ചവടം തന്നെയാണ്. പൈസ കിട്ടണ്ടേ, വല്ല ഫ്രീ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ അതിനകത്ത് ഒരു നെറി കാണിക്കണ്ടേ, നേരും നെറിയും വേണ്ട ഏത് പണിക്കായാലും. നമ്മൾ ആ പണി ചെയ്യാറില്ല. നമുക്കൊരു നിലപാട് ഈ ചാനലിലുള്ളൂ. ആ നിലപാട് അനുസരിച്ചിട്ട് തന്നെ നമ്മൾ മുമ്പോട്ട് പോകാറുള്ളൂ. അത് രാഷ്ട്രം എന്നുള്ള നിലപാട് മാത്രമാണ് നമുക്കുള്ളത്. ഇവിടെ ചെയ്യുന്ന പണി 2 ദിവസം കോൺഗ്രസിനെ സൂചിപ്പിക്കും. അങ്ങനെ കോൺഗ്രസ്സുകാരും ചുടാപ്പുകൾ ഇടിച്ചു കയറി ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യും, എൻഗേജ് ചെയ്യുക. ഒരു ദിവസം കമ്മ്യൂണിസ്റ്റിനെ സൂചിപ്പിക്കും, അവരും ഇത് ചെയ്യും. അതിന്റെ അടുത്ത ദിവസം BJP സൂചിപ്പിക്കും. ഇതൊരു ബാലൻസിങ് സാധനമാണ്, അതിനകത്ത് വലിയ അതിശയമൊന്നുമില്ല. പക്ഷെ സർവേ ഇതിനേക്കാളും വലിയ രസമുണ്ട്. 2 ജ്യോത്സ്യന്മാരൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അവരും അതിനകത്ത് ഒരു ജ്യോത്സ്യന്റെ ഇത് ഞാൻ കേട്ടു, ശോഭാ സുരേന്ദ്രൻ പാലക്കാട്. അപ്പൊ അവർ പറഞ്ഞു, ശോഭാ സുരേന്ദ്രന്റെ സമയം ഇപ്പോൾ അത്യുഗ്രമാണ്, അവർ ഇടിച്ചു കയറും, അവർക്ക് വോട്ട് വർദ്ധിപ്പിക്കാമെന്ന് ഏറ്റവും അവസാനം പുള്ളി പറയുകയാണ്. പക്ഷേ സമയദോഷവും ഇതിന്റെ ഒരു സൈഡിൽ കാണുന്നുണ്ട്. അപ്പോൾ അതായത് ജയിക്കുമെന്നും പുള്ളി ആദ്യം പറഞ്ഞു, പിന്നെ 2ാമത് തോക്കുമെന്നും പറഞ്ഞു. ഇതാണ് ആ ജ്യോത്സ്യം. സാധ്യതയുണ്ട്.
അല്ല, ഇവിടെയാണ് ഞാൻ ഈ ജ്യോത്സ്യന്മാരെ ചോദ്യം ചെയ്യുന്നത്. ഇവർ വലിയ പ്രഗത്ഭന്മാരാണല്ലോ, ഭാവിയും ഭൂതവും എല്ലാം പറയും. ഈ കേരളത്തിൽ ആര് ഭരണത്തിൽ വരുമെന്നോ, ഏതൊക്കെ സീറ്റിൽ ആരൊക്കെ ജയിക്കുമെന്നോ ഏതെങ്കിലും ഒരു ജ്യോത്സ്യൻ യൂട്യൂബിൽ കൂടെ പറഞ്ഞു കേട്ടിട്ടുണ്ടോ? ഇല്ല. കാരണം അതോടുകൂടി ജ്യോത്സ്യന്റെ കട പൂട്ടും. കാരണം ഫെയിലായി പോവും, പറയാൻ പറ്റില്ല. കാരണം ഇത് തന്നെയാണ് ജ്യോത്സ്യം ഫെയിൽ ആകുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇവർക്ക് അതിനുള്ള കപ്പാസിറ്റി ഇല്ല. എന്നാലും പക്ഷെ ഒന്ന് രണ്ട് പേരൊക്കെ ധൈര്യപൂർവ്വം വന്നു കേട്ടോ, ധൈര്യപൂർവ്വം വന്നിട്ട് ആര് ജയിക്കുമെന്ന് അവർ പറയുന്നത് കൂടുതൽ നിയമം. കാരണം BJP-ക്കാരുടെ ഒരു സ്വപ്നമാണല്ലോ നിയമം. അപ്പൊ അവരെ സൂപ്പിക്കുക, കുറെ ലൈക്കും ഷെയറും വാങ്ങുക, കുറെ റീച്ച് ഉണ്ടാക്കുക. നിയമത്ത് ആര് ജയിക്കും എന്നുള്ളതാണ് ഒരു മഹാൻ 30 മിനിറ്റ് കബഡി നിരത്തി പറയുന്നത്. ആ മഹാൻ തന്നെ ഒരാഴ്ചക്ക് മുമ്പ് LDF അധികാരത്തിൽ കയറുമെന്നും പറഞ്ഞിരുന്നു. അതുപോലെ ഇപ്പൊ ഈ ഇലക്ഷൻ കാലത്ത് എന്ന് പറഞ്ഞ ഒരു രസമാണ്, ഒരു ഉത്സവ സീസണാണ് ഇലക്ഷൻ. അതിനകത്ത് ഇത് കണക്കുള്ള സർവേകള്, പ്രവചനങ്ങള്, പോസ്റ്റുകൾ, ഇതൊക്കെ നമുക്കൊരു രസമാണ്. ഒരുപാട് രസകരമായ ഒരു സംഭവം സംഭാവന ചെയ്യുന്നത്. കാരണം നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച് ഒരു ഉത്സവ സീസണാണ് ഈ പറയുന്ന ഇലക്ഷൻ കാലഘട്ടം. സ്വാഭാവികമായി തന്നെ നമുക്ക് അതിനെ ആ ഒരു അർത്ഥത്തിൽ കണ്ടാൽ മതി. പക്ഷെ സർവേകൾ എന്തുകൊണ്ട് പൊളിയുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സർവേയുടെ മെത്തേഡുകൾ മാറ്റേണ്ട സമയം കഴിഞ്ഞിരിക്കുകയാണ്. ഇവർ ഈ സർവേ നടത്തുന്നത് എവിടെയാണ്? കേരളത്തെ സംബന്ധിച്ച് ഞാൻ സിമ്പിൾ കാര്യം പറയാം. കേരളത്തിൽ ഏതാണ്ട് ഒരു 50% ആളുകളും പിന്നെ ഈ പറയുന്ന ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെടുന്നവരാണ്, മുസ്ലിംസും ക്രിസ്ത്യൻസുമാണ്. ഏതാണ്ട് ഒരു 75% ആൾക്കാരും മോദി വിരുദ്ധ രാഷ്ട്രീയത്തിലുള്ള ആൾക്കാരാണ്. അതായത് ഏതാണ്ട് ഒരു 60 തൊട്ട് 70% ആൾക്കാരും BJP വിരുദ്ധരാണ് എന്നുള്ളതാണ്. അതിൽ ഹിന്ദുക്കളും ഉൾപ്പെടും. മതേതരത്വക്കാരെന്ന് പറയും. മതേതരത്വക്കാരുണ്ട്, മതമുള്ളവരുണ്ട്, പിന്നെ BJP-ക്കാരുണ്ട്. അങ്ങനെയാണ് പറയേണ്ടത്. അപ്പം BJP-ക്കാരെന്ന് പറഞ്ഞാൽ ഹിന്ദുക്കള്. ബാക്കി മതേതരത്വക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഒരു മതവുമില്ല, എല്ലാവരും വേണമെന്ന് പറയുന്ന ഹിന്ദുക്കൾ. അവരെയാണ് മതേതരത്വ ഹിന്ദുക്കൾ. ഈ സുന്നി ഷിയ എന്നുള്ള 2 വിഭാഗമാണ് ഹിന്ദുക്കളുള്ളത്. ഒന്ന് മതേതര ഹിന്ദു, ഒന്ന് ഒറിജിനൽ ഹിന്ദു. മറ്റേന്ന് പറഞ്ഞാൽ മുസ്ലിംസ് ഉണ്ട്, ക്രിസ്ത്യൻസ് ഉണ്ട്. അപ്പൊ ഇത്രയും പേരുള്ളിടത്ത് നമ്മൾ എവിടെ പോയി ചോദിച്ചാലും നമ്മൾ പുറത്തോട്ടിറങ്ങി സർവേ നടത്തുകയാണെങ്കിൽ 10 പേരെ കണ്ടു കഴിഞ്ഞാൽ ഇതിന്റെ കണക്കനുസരിച്ചാണ് 5 പേരിൽ 5 പേരെന്ന് പറഞ്ഞാൽ മുസ്ലിംസും ക്രിസ്ത്യൻസും ആയിരിക്കും. അതിൽ 2 പേര് മതേതര ഹിന്ദു ആയിരിക്കും. അപ്പൊ എത്ര? 7 പേര്. അപ്പൊ 10-ൽ എത്ര വോട്ട് കിട്ടും? 7 വോട്ട് ആർക്ക് കിട്ടും? BJP വിരുദ്ധർക്കല്ലേ കിട്ടത്തുള്ളൂ. ഇതാണ് കേരളത്തിന്റെ പൊതു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ഈ സർവേ നടത്താൻ പോകുന്ന സ്ഥലങ്ങളാണ് വളരെ വിചിത്രമായിട്ട് തോന്നുന്നത്. പാർട്ടി മീറ്റിംഗ് പാർട്ടി സമ്മേളനം കഴിഞ്ഞ് പുറത്തു വരുന്ന ആളുകളോട്, നിക്കാഹ് നടക്കുന്ന പള്ളികളിലും പരിസര പ്രദേശങ്ങളിലും, പിന്നെ ഇങ്ങനെയൊക്കെ ഉള്ള ഇടങ്ങളിലാണ് ഇവർ കൂടുതലായിട്ട് സർവേ നടത്തുന്നത്. കാരണം എളുപ്പമുള്ള മാർഗമാണ്. അവിടെ ചെന്ന് 1-2 പേർക്ക് മൈക്ക് വെക്കുക, ചോദിക്കുക, പോരുക എന്നുള്ളതാണ്. പിന്നെ ഈ സർവേയിൽ ഒന്നും തെളിയില്ല. കാരണം സർവേ തെളിയാത്തത് മുമ്പൊക്കെ സർവേ കൃത്യമായിരുന്നു, ഇപ്പൊ സർവേ കൃത്യമല്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഈ ജനങ്ങളുടെ മനസ്സ് വളരെ നിഗൂഢമാണ്. കാരണം അവരിപ്പോൾ അത് ഓപ്പണായിട്ട് പറയാറില്ല. കാരണം ഈ ഒരു സൈക്കോളജിയാണ് തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്ന ഒരു പ്രധാന വിഷയം. അതിൽ ഞാൻ മുമ്പ് ഈ സൈക്കോളജിയെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഈ താമര ചിഹ്നത്തിലേക്ക് വോട്ട് വീഴുന്ന സൈക്കോളജി, അത് വീണ് കഴിഞ്ഞാൽ പിന്നെ ഇത് മാറില്ല എന്നും പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞതൊക്കെ ഈ ഒരു വ്യക്തി വോട്ട് ചെയ്യാൻ പോകുന്ന ആ സമയം വരെ ഡിസിഷൻ എടുക്കാത്ത കുറെ അധികം പേര് ഈ രാജ്യത്തുണ്ട്, നമ്മുടെ നാട്ടിലും ഉണ്ട്. അവർ നടന്നു പോകുന്ന സമയത്ത് അവരുടെ മനസ്സിൽ എന്താണോ ഉണ്ടാകുന്നത് അതായിരിക്കും ആ ബാലറ്റ് പേപ്പറിൽ അല്ലെങ്കിൽ ഈ വോട്ടിംഗ് മെഷീനിൽ പതിയുന്നത്. ചിലപ്പോൾ അവൻ അവിടെ ചെല്ലുമ്പോൾ അവന്റെ മൂഡ് ശരിയല്ല. രാവിലെ ഇറങ്ങുമ്പോൾ ഭാര്യയായിട്ട് ഒന്ന് ഉടക്കിയിട്ടാണ് ഇറങ്ങുന്നതെങ്കിൽ ഇവിടെ വന്നിട്ട് അവൻ നല്ല ബലമായിട്ട് നോട്ടൊക്കെ തന്നെ കുത്തിയിട്ട് പോകും. അവന്റെ വോട്ട് എങ്ങനെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും? ചിലപ്പോൾ വരുന്ന വഴിക്ക് അവനെ കാണുന്നത് അവൻ ചിലപ്പോൾ കോൺഗ്രസ്സുകാരനായിരിക്കും. വരുന്ന വഴിക്ക് BJP-ക്കാരൻ കണ്ട് വാന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോയി ഒരു ചായയൊക്കെ മേടിച്ചു കൊടുത്ത് അതേ സന്തോഷത്തിൽ ഇവിടെ വന്ന് കൈപ്പത്തി കുത്തുമ്പോൾ താമര കുത്തും. അവന്റെ വോട്ട് എങ്ങനെയാണ് നമുക്ക് സർവേ ചെയ്യാൻ പറ്റും? ഇങ്ങനെയുള്ള ഒരുപാട് സൈക്കോളജി ഫാക്ടർ ഇതിനകത്തുണ്ട്. പിന്നെ നിഗൂഢമായിട്ട് ഇത് മനസ്സിൽ വെക്കുന്നവരുണ്ട്. കാരണം ഇപ്പൊ ചിലപ്പോൾ ഇടതുപക്ഷത്തിന്റെയും കോൺഗ്രസിന്റെ ഇടയിൽ നിൽക്കുന്ന കുറെ പേർക്ക് BJP-ക്ക് വോട്ട് ചെയ്യണം. അവർ ഈ സർവേയിൽ തുറന്ന് പറയുമോ? കാരണം നാളെ അവർക്ക് ഇവിടെ ജീവിക്കണ്ടേ? പറയുമോ അവര്? പറയില്ല, ഒരിക്കലും പറയില്ല. വോട്ട് എണ്ണി കഴിയുമ്പോൾ അറിയാം ഇടതുപക്ഷ കോട്ടയിൽ നിന്ന് വോട്ട് ചോർന്നു പോയത്, ഇല്ല കോൺഗ്രസിന്റെ കോട്ടയിൽ നിന്ന് വോട്ട് ചോർന്നു. അവർക്ക് ഒരിക്കലും പറയാൻ കഴിയില്ല. ചിലപ്പോൾ എന്തിനേറെ പറയുന്നു, ഇതിനകത്ത് പ്രമുഖ നേതാക്കൾ വരെ വോട്ട് ചെയ്തിരിക്കും. അവർക്ക് പറയാൻ പറ്റും? പറയാൻ പറ്റില്ല. അപ്പം മനസ്സറിയുക ബുദ്ധിമുട്ടാണ്. രണ്ടാമത്തെ കാര്യം, ഇലക്ഷന്റെ തലേന്ന് വരെ നടക്കുന്ന പല കാര്യങ്ങളും ഇലക്ഷനെ ബാധിക്കും. ഇപ്പോൾ എന്താണ്, ഇപ്പൊ ഒരു പുക കണക്ക് ഇങ്ങനെ മുറുകി നിൽക്കുകയാണ്. ഇപ്പൊ FCRA ആണ് ഇപ്പോഴത്തേത്. അതിനെനിക്ക് തോന്നുന്നു ഇന്നൂടൊക്കെ ഉള്ള ആയസേ കാണത്തുള്ളൂ FCRന്റെ. ക്രിസ്ത്യാനികൾക്കിടയിൽ അത് വലിയ ചലനം ഉണ്ടാക്കാൻ പോകുന്നൊരു സാധനമൊന്നുമില്ല. കാരണം ആ പാവങ്ങൾക്ക് ഇതുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത കാര്യമാണ്. അപ്പൊ അത് വലിയ ചലനം ഉണ്ടാക്കില്ല. ഇനിയിപ്പോ നാളെയോ മറ്റന്നാളോ ചിലപ്പോൾ പെണ്ണ് കേസ് വരാം. അത് കുറച്ച് ഇമ്പാക്റ്റും ചർച്ചകളും ഒക്കെ ആയിട്ട് മാറാം. ഏതെങ്കിലും അഴിമതി കേസുകൾ പൊങ്ങി വരാം. ഇല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും രഹസ്യമായ പിന്നെ ഇതൊക്കെ ഒന്നും ഏഷ്യയിലേക്ക് അവസാനം തനി വർഗീയത വരാം. ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ, സിഖ്, പാഴ്സി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അഴി വരാം. ഇതെല്ലാം തന്നെ ഈ വോട്ടർമാരുടെ സൈക്കോളജിയെ ബാധിക്കും. അപ്പം എവിടുന്നാണ് നമുക്കിപ്പോ ഒരു കൃത്യത കിട്ടുന്നതെന്ന് വെച്ചാൽ എങ്ങും നമുക്ക് കൃത്യത കിട്ടും. എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
അതിന്റെ ബേസിക് ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഞാനൊക്കെ മിക്കവാറും ഒക്കെ പോകുന്ന സമയത്ത് ഞാൻ ചെയ്യുന്ന പണി എന്ന് വെച്ചാൽ നമ്മൾ പതുക്കെ ഒരു ഈ അവിടുത്തെ പിന്നെ മാർക്കറ്റുകളിൽ പോവുക, ഓട്ടോറിക്ഷ തൊഴിലാളികൾ ചോദിക്കുക, സാധാരണപ്പെട്ടവനുമായിട്ട് വെറുതെ സംസാരിക്കുക, ചോദ്യം ചോദിക്കുക അല്ല ചെയ്യേണ്ടത്. ആര് ജയിക്കും, ആര് നോക്കും, ആര് വോട്ട് ചെയ്യുമെന്ന് നമ്മൾ ചോദിക്കേണ്ട ആവശ്യമില്ല. എങ്ങനെയുണ്ട് ഇവിടുത്തെ ക്രമസമാധാന നില, ഇല്ല എങ്ങനെയുണ്ട് ഇവിടുത്തെ വിലക്കയറ്റം. രാഷ്ട്രീയം പറയുകയും ചെയ്യരുത്, രാഷ്ട്രീയം ചോദിക്കുകയും ചെയ്യരുത്. അവനോട് പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ മനസ്സറിയാൻ പറ്റും, അവന്റെ മനസ്സിന്റെ പൾസ് അറിയാൻ പറ്റും എന്താണെന്നുള്ളത്. ഒരു സാധാരണപ്പെട്ട താഴെത്തട്ടിലുള്ള ഓട്ടോറിക്ഷ തൊഴിലാളി പറയുന്നതും ചുമട്ടുതൊഴിലാളി പറയുന്നതും മാർക്കറ്റിൽ പോകുന്ന സ്ത്രീകൾ പറയുന്നതിനകത്തൊക്കെ വലിയ വാല്യൂ ഉണ്ട്. നമ്മൾ അവര് സാധനം വാങ്ങിച്ചോണ്ടിരിക്കുമ്പോഴത്തേക്കും എങ്ങനെയുണ്ട് ചേച്ചി വിലക്കയറ്റം ഒക്കെ ഭയങ്കര വലിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയും, മുടിഞ്ഞ വിലക്കയറ്റമാണെന്ന് പറഞ്ഞാൽ ഭരണവിരുദ്ധ വികാരമാണ് അവിടെ അലയടിക്കുന്നത് എന്നുള്ളത് വ്യക്തമാണ്. പ്രത്യേകിച്ച് ചോദിക്കേണ്ട കാര്യമില്ല എൽ ഡി എഫിനാണോ യു ഡി എഫിനാണോ വോട്ട് ചെയ്യേണ്ടതെന്നുള്ളത്. പിന്നെ അവിടുത്തെ ഏത് മികച്ച സ്ഥാനാർത്ഥിയാണെന്ന് അവർക്കായിരിക്കും അവരുടെ വോട്ട്. അവർ അതിനെക്കുറിച്ച് ഭയങ്കരമായി രൂക്ഷമായ രീതിയിൽ പ്രതികരണം നടത്തുകയാണെങ്കിൽ അതിനർത്ഥം അവർ ഭരണത്തിനല്ല വോട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ്. അല്ലാതെ അവിടെ പോയി നിങ്ങൾ എൽ ഡി എഫിനാണോ വോട്ട് ചെയ്യുന്നത് വെച്ചാൽ ഇത്ര നാൾ എൽ ഡി എഫിന്റെ കീഴിൽ നിന്നില്ലെങ്കിൽ എൽ ഡി എഫിന്റെ അനുഭാവിയായ ഒരാൾക്ക് യു ഡി എഫിനാണ് വോട്ട് ചെയ്യുന്നത് പറയാൻ പറ്റൂ, ഇല്ല യു ഡി എഫുകാരന് ബി ജെ പിക്കാണ് വോട്ട് ചെയ്യുന്നത് പറയാൻ പറ്റും. ഇതെന്താണ് ഈ സർവേകൾ പൊളിയുന്നത്? സർവേകൾക്കൊന്നും വലിയ ഒരു സ്കോപ്പ് ഇല്ല എന്നുള്ള. പിന്നെ കുറെ സർവേകളുണ്ട്, ഇപ്പോൾ ഓൺലൈൻ വഴി നടത്തുന്ന സർവേകളുണ്ട്. അതിനകത്ത് വലിയ രസം എന്ന് വെച്ച് കഴിഞ്ഞാല് നേമത്ത് ആര് ജയിക്കും എന്ന് സർവേ നടത്തുന്നു. ഈ നേമത്ത് അതിൽ വോട്ട് ചെയ്യുന്ന എത്ര പേരായിരിക്കും? ചിലപ്പോൾ 1 ലക്ഷം പേര് 1.5 ലക്ഷം പേര് വന്നിട്ട് ഇന്നാൾ ജയിക്കും എന്ന് പറഞ്ഞ് വോട്ട് ചെയ്യും. ഈ 1 ലക്ഷം പേര് എവിടെ ഉള്ളവരാണ്? ഈ കേരളം മുഴുവനുള്ളവരാ. ഗൾഫിലിരിക്കുന്നവർ കാണും, അമേരിക്കയിൽ ഇരിക്കുന്നവർ കാണും, ഈ കേരളം മുഴുവനുള്ളവർ കാണും. അവരാണ് നിയമത്തിന് വേണ്ടിയിട്ട് വോട്ട് ചെയ്യുന്നത്. അപ്പൊ അതിനകത്ത് എന്ത് ക്രെഡിബിലിറ്റിയാ ഉള്ളത്? ഇപ്പൊ നമ്മളൊരു പോൾ നമ്മളെ യൂട്യൂബിൽ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് 10,000-50,000 പേര് അതിൽ വോട്ട് ചെയ്തിരിക്കും. അത് രസമാണ് സാധനം. ഒരു രസത്തിന് വേണ്ടി നമ്മൾ ഇടുന്നത് ആര് ജയിക്കും എന്നുള്ളത് വേണമെങ്കിൽ. അതിൽ വോട്ട് ചെയ്യുന്ന ഭൂരിപക്ഷം പേരും ആ മണ്ഡലത്തിലുള്ളവരായിരിക്കില്ല. അതുകൊണ്ട് നമ്മൾ ജില്ല ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് ജില്ലക്കകത്തുള്ളവർ കാണും, ബാക്കിയൊക്കെ പുറത്തുനിന്നുള്ളവർ കാണും. ഇങ്ങനെ പല 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 സാധനങ്ങൾ വരും. പിന്നെ മനോരമ എന്ന് പറഞ്ഞാൽ എപ്പോഴും അവരുടെ മനസ്സിന്റെ ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസ് അധികാരത്തിലേറണം, പഴയ വസന്തകാലം തിരിച്ചു വരണം എന്നൊക്കെ ഉള്ളതാണ്. ഇനി ആ ഒരു കാലം തിരിച്ചു വരില്ല. മനോരമയുടെ തന്നെ ക്രെഡിബിലിറ്റി എന്നേ നഷ്ടപ്പെട്ടു കഴിഞ്ഞു. ഇന്ന് കേരളത്തിൽ 4ാമത് നിൽക്കുന്ന ഒരു ചാനൽ, 3ാമതാണോ 4ാമതോ 5ാമതോ നിൽക്കുന്ന ഒരു ചാനലാണ് മനോരമ. അതിന് തൊട്ട് താഴെ ജനമാണ് നിൽക്കുന്നത്. അപ്പം ഇങ്ങനെ നിൽക്കുന്ന ഒരു ചാനലായിട്ട് അത് മാറി. പത്രം ഇപ്പൊ അങ്ങനെ ആരും വായിക്കാറില്ല, അതിന് വലിയ ക്രെഡിബിലിറ്റി. പണ്ട് മനോരമയും മാതൃഭൂമിയും ഒക്കെ പറയുന്നത് പോലെ ആയിരുന്നു കേരളത്തിലെ മന്ത്രിമാരെയും കേന്ദ്രമന്ത്രിമാരെയും വരെ നിശ്ചയിച്ചിരുന്നു ആരൊക്കെ ആകണമെന്നുള്ളത്. അങ്ങനെയൊക്കെ ഒരു കാലം പോയി. ഇന്ന് മാധ്യമങ്ങളുടെ വിശ്വാസത പോയി കിടക്കുന്ന ഈ കാലത്ത് സർവേക്ക് എന്ത് പ്രസക്തിയാണ്? നമ്മൾ അതുകൊണ്ടാണല്ലോ നമുക്ക് വ്യാജ സർവേ ഒന്നും കൊടുക്കാത്തതുകൊണ്ടാണ് നമ്മൾ അത്തരത്തിലുള്ള വാർത്തകൾ ചെയ്യാത്തത്. അതുകൊണ്ടാണ് നമ്മൾ മറ്റുള്ളവർ കൊടുക്കുന്ന സർവേകൾ എടുത്തിട്ട് ചർച്ച ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത്. നമ്മൾക്കിതിൽ ഉത്തരവാദിത്വമൊന്നുമില്ല, നമ്മൾ പറയുന്നുമില്ല. നമ്മൾ ഏഷ്യാനെറ്റിന്റെ സർവേ ചർച്ച ചെയ്തു, ഇപ്പൊ മനോരമയുടെ സർവേ ചർച്ച ചെയ്തു. ഇനി അടുത്ത ആരെങ്കിലും സർവേ നടത്തുകയാണെങ്കിൽ നമ്മൾ അതും ചർച്ച ചെയ്യും. കാരണം അവരുടെ സർവേകൾ എത്രത്തോളം ആധികാരികമാണ് എന്നുള്ളത് അവർക്കേ അറിയൂ. പക്ഷെ ഞങ്ങൾക്കത് കണ്ടിട്ട് വലിയ ആധികാരികത ഒന്നും തോന്നുന്നില്ല എന്നുള്ളത് ലളിതമായി പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇപ്പൊ ഈ ചർച്ച നടത്തിയത്.